സ്നേഹമുള്ളവരെ, പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയലായി നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ജീവമന്ന എന്ന വചന പഠന പരമ്പര നമ്മുടെ രൂപതയിൽ വളരെ ഭംഗിയായി നടക്കുന്നു. ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് വളരെ താല്പര്യത്തോടു കൂടി പങ്കെടുക്കുന്നുണ്ട്. അതിൽ കുറെ ആളുകളുടെ അനുഭവങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാം. മത്തായി 4:16, മത്തായി 7:27. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. കൂട്ടുകാരെ, എനിക്ക് വചനം പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ 100 വചനം പഠിക്കും. യോഹന്നാൻ 1:1. യോഹന്നാൻ 20:29. ഞാൻ ജീവമന്ന പുസ്തകത്തിൽ ഒരു വചനം കണ്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഇതാണ്: അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യോഹന്നാൻ 1:4. 100 വചനം പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിലെനിക്ക് പൂർണ്ണ സന്തോഷമുണ്ട്. ഞാൻ അത് നന്നായി പഠിക്കുകയും ചെയ്യും. യോഹന്നാൻ 10:16. മത്തായി 6:33. എനിക്ക് ജീവമന്ന വചനം പറയാൻ ഇഷ്ടമാണ്. നിങ്ങളും പഠിക്കണേ. മനുഷ്യത്തെ ശാപത്തിൻ്റെയും കർത്താവാണ്. ലൂക്ക 6:5. മത്തായി 6:8. മത്തായി 21:22. ഞാൻ 73 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ വിശുദ്ധ ബൈബിൾ എല്ലാ ദിവസവും 1/2 മണിക്കൂർ വെച്ച് വായിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ 11 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞു. 12ാമത്തെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷ പുസ്തകം 19ാമത്തെ അധ്യായം വരെ ഇപ്പോൾ വായിച്ചിരിക്കുന്നു. ഇപ്പോൾ ജീവമന്ന പഠിക്കുന്നുണ്ട്. അത് സജീവമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജീവമന്നയുടെ വചനങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി. മത്തായി 6:31. മത്തായി 5:16. ഞാൻ ജീവമന്നയിലെ വചനങ്ങൾ പഠിക്കുന്നുണ്ട്. 200-ലധികം വചനങ്ങൾ ഞാൻ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ പള്ളിയിലെ ഇടവക ദിനത്തിന് ഞാൻ സ്റ്റേജിൽ 100 വചനങ്ങളോളം അവതരിപ്പിക്കുകയുണ്ടായി. എനിക്ക് ഏറ്റവും സ്പർശിച്ച വചനം യോഹന്നാൻ്റെ സുവിശേഷം 3:16. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന വചനമാണ്. ഞാനും ഹസ്ബൻഡ് ഒന്നിച്ചിരുന്നാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് ഇത് വീണ്ടും പഠിക്കും തോറും എപ്പോഴും പഠിക്കണം എന്ന് തോന്നാറുണ്ട്. മത്തായി 18:3. ലൂക്ക 2:14. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മാവും ജീവനുമായ ദൈവവചനം ആഴങ്ങളിൽ പഠിക്കുവാൻ ജീവമന്ന എന്ന ഈ പദ്ധതി നമ്മെ സഹായിക്കുന്നുണ്ട്. ഞാൻ ഈ ജീവമന്ന എന്ന പദ്ധതിയിലൂടെ വചനം കൂടുതൽ പഠിക്കുവാനായിട്ട് ശ്രമിച്ചതിലൂടെ ധാരാളം വചനങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇതിലൂടെ എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഇടവകയ്ക്കും സമൂഹത്തിനും ആരൊക്കെ ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നോ അവരിലെല്ലാം ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മത്തായി 5:10. യോഹന്നാൻ 15:11. വിശുദ്ധ മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനം എൻ്റെ ജീവിതത്തിൽ വളരെയധികം അർത്ഥവത്തായിട്ടുണ്ട്. കാരണം എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് വചനം പഠിക്കുന്നതിലാണ് ഇപ്പോൾ സന്തോഷം ഇരിക്കുന്നത്. ദൈവകൃപയാൽ എനിക്ക് ആദ്യം തന്നെ ഈശോയുടെ മലയിലെ പ്രസംഗവും മത്തായിയുടെ സുവിശേഷം 5, 6, 7 പിന്നെ ഈശോയുടെ വംശാവലിയും അങ്ങനെ തുടരെയായിട്ട് എനിക്ക് 20 അധ്യായം വരെ കാണാതെ പഠിക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിച്ചാൽ മാത്രം മതി, ദൈവം നമുക്കതിനുള്ള കൃപ തന്നോളൂ. ഇപ്പോൾ വീണ്ടും ജീവമന്നയ്ക്ക് വേണ്ടി ഞാൻ അതിൻ്റെ അധ്യായവും വാക്യവും നമ്പർ അനുസരിച്ച് പറഞ്ഞു പഠിക്കാൻ തുടങ്ങി. അതും ദൈവം എനിക്ക് കൃപ തന്നു. വചനം പഠിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവം നമ്മുടെ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളും. നമ്മൾ ഒന്നിനു വേണ്ടിയും കൂടുതൽ ആകുലപ്പെടേണ്ടി വരികയില്ലെന്നുള്ളതാണ് എൻ്റെ അനുഭവം.